കൊറിയയെ പിടിമുറുക്കിയ കമ്മ്യൂണിസ്റ്റ് നയങ്ങൾ തങ്ങളുടെ ലിബറൽ രാഷ്ട്രത്തെയും കാർന്നു തിന്നുമെന്ന ഭയം കൊണ്ടാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് സൈനിക അടിയന്തരാവസ്ഥ രാജ്യത്ത് ഏർപ്പെടുത്തിയത്. എന്നാൽ അത് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജ്യത്ത് കത്തിപ്പടർന്ന പ്രതിഷേധങ്ങളാൽ പിൻവലിക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ നാടകീയ രംഗങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഉത്തര കൊറിയ അത്രയ്ക്കും പ്രശ്നക്കാരാണോ? കിം ജോങ് ഉന്നിനെ കുറിച്ച് അവിടെയും ഇവിടെയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലും ഒരു കാലത്ത് ഒറ്റക്കെട്ടായി നിന്ന ഇരു രാജ്യങ്ങളും ഇന്ന് ബദ്ധ ശത്രുക്കളായത് എങ്ങനെയാണ്? ഇതിനുമപ്പുറം ദക്ഷിണ കൊറിയയിൽ നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ദക്ഷിണ കൊറിയയിൽ സൈനിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ തീരുമാനം പിൻവലിച്ച് പ്രസിഡന്റ് യൂൻ സുക് യോൾ പട്ടാള നിയമത്തിനെതിരെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഈ തീരുമാനം. അടിയന്തര പട്ടാള നിയമത്തിനെ എതിർത്ത് പാർലമെന്റും ഒന്നടങ്കം വോട്ട് ചെയ്തതോടെയാണ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം യൂൻ സുക് യോൾ തീരുമാനം പിൻവലിച്ചത്. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ദേശവിരുദ്ധ ശക്തികളെ ഇല്ലാതാക്കണമെന്നും ഉത്തര കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ശക്തികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കിയാണ് പ്രസിഡന്റ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പട്ടാള നിയമം ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് പ്രഖ്യാപിച്ച് 6 മണിക്കൂറിനുള്ളിലാണ് പട്ടാള നിയമം പിൻവലിച്ച് ഉത്തരവും ഇറക്കിയത്. അതേസമയം പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാത്രി തന്നെ സൈന്യം പാർലമെന്റ് വളഞ്ഞിരുന്നു. ഈ തീരുമാനത്തിനെതിരെ പാർലമെന്റിന് പുറത്തും ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു. യൂൻ സുക് യോളിന്റെ തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ഭരണപക്ഷമായ പീപ്പിൾസ് പവർ പാർട്ടിയിലെ നേതാക്കളും തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും പിന്നീടുണ്ടായ രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ സൈനിക ഭരണത്തെ തള്ളിക്കളഞ്ഞ് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെയാണ് പട്ടാള നിയമം പിൻവലിച്ചത്. വിവിധ മേഖലകളിൽ വിന്യസിച്ച സൈനികരെ സർക്കാർ പിൻവലിച്ചെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം സൈനിക നിയമം പിൻവലിച്ച് ഔദ്യോഗിക അറിയിപ്പ് പുറത്തിറക്കുമെന്നും യൂൻ സുക് യോൾ വ്യക്തമാക്കി. തുടർന്ന് പട്ടാള നിയമം പിൻവലിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. അപ്പോൾ സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നിലെ കാരണങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളുടെ ഭീഷണിയിൽ നിന്നും ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കാനും ഉത്തര കൊറിയൻ അനുകൂലികളായ ദേശവിരുദ്ധരെ ഉന്മൂലനം ചെയ്യാനും ഭരണഘടനാപരമായ ക്രമസമാധാനം സംരക്ഷിക്കാനുമാണ് സൈനിക നിയമം പ്രഖ്യാപിക്കുന്നതെന്ന് ടെലിവിഷൻ സന്ദേശത്തിൽ യോൾ പറയുന്നു. രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന പ്രതിപക്ഷം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്നും യോൾ ആരോപിച്ചു. സമാന്തര സർക്കാർ ഉണ്ടാക്കി പ്രതിപക്ഷം ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ഇതിനായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുവെന്നും ഇതിനെ നേരിടുന്നതിനായി പട്ടാള ഭരണം നടപ്പാക്കണമെന്നുമായിരുന്നു യൂൻ സുക് യോളിന്റെ വാദം. യോളിന്റെ പീപ്പിൾ പവർ പാർട്ടിയും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ അടുത്ത വർഷത്തെ ബജറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തതിന് പിന്നാലെയാണ് പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള പാർലമെന്റ് ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നതിനെ അംഗീകരിച്ചിരുന്നു. എന്നാൽ സുപ്രധാന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനെ വിമർശിച്ച് യോൾ പരസ്യമായി രംഗത്തെത്തി. ലഹരിമരുന്ന് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും പൊതുസുരക്ഷ സംരക്ഷിക്കുന്നതിനുമുള്ള ഫണ്ടാണ് പ്രതിപക്ഷം കുറച്ചതെന്നും ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നുമാണ് യോളിന്റെ ആരോപണം. അപ്പോൾ കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയയാണല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് ഉത്തര കൊറിയയിലെ സാഹചര്യം? അതുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഉത്തര കൊറിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ ഉയർന്നു വന്ന വർത്തമാന ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യമായി നിലനിൽക്കുന്ന രാജ്യമാണ്. മനുഷ്യാവകാശങ്ങളൊക്കെ കാറ്റിൽ പറത്തി ജനതയെ അടിമകളെപ്പോലെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന രാജ്യമെന്ന് തന്നെ പറയാം. ഉത്തര കൊറിയ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട്. എന്നാൽ എന്താണ് ഉത്തര കൊറിയയുടെ ഉള്ളിൽ നടക്കുന്നതെന്നോ അവിടുത്തെ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണെന്നോ അറിയുക അസാധ്യമാണ്. നിലവിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൂടെയൊക്കെ ലോകശ്രദ്ധ പിടിച്ചുപറ്റി വാർത്താ മാധ്യമങ്ങളിൽ രാജ്യം സജീവമൊക്കെ ആണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ പുറം ലോകവുമായി ആ രാജ്യക്കാർക്ക് ഒരു ബന്ധവുമില്ല എന്നതാണ് സത്യം. ഈ രീതികളിൽ നിന്നും രക്ഷപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിൽ വളരെ ലിബറൽ ഭരണരീതി കാഴ്ചവെക്കുന്ന രാഷ്ട്രമാണ് ദക്ഷിണ കൊറിയ. അങ്ങനെയാണെങ്കിൽ ഈ സൈനിക അടിയന്തരാവസ്ഥ ഉത്തര കൊറിയയെ ഭയന്ന് ദക്ഷിണ കൊറിയ കൊണ്ടുവന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പോൾ വിഷയത്തിലേക്ക് തിരികെ വരാം. 1980 ശേഷം ഇത് ആദ്യമായിട്ടാണ് ദക്ഷിണ കൊറിയയിൽ സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടുത്ത വർഷത്തെ ബജറ്റ് ബില്ലിനെ ചൊല്ലി യൂൻസിന്റെ പീപ്പിൾസ് പവർ പാർട്ടിയും മുഖ്യ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും വാഗ്വാദം നടക്കുന്നതിനിടെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് യൂൻ സുക് യോൾ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചത്. തുടർന്ന് രാജ്യത്ത് മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതായും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതായും അറിയിച്ചിരുന്നു. അടിയന്തരാവസ്ഥ പിൻവലിച്ച തീരുമാനം പുറത്തുവന്നതിനെ തുടർന്ന് പ്രതിഷേധക്കാർ പാർലമെന്റിന് പുറത്ത് ആഹ്ലാദ പ്രകടനവും നടത്തി. യൂനിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ച് പ്രക്ഷോഭം ആരംഭിക്കണമെന്നും സൂചനയുണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്നും കൂടി എതിർപ്പ് ഉയർന്നത് യൂനിന് തിരിച്ചടിയായി മാറിയിരുന്നു.
നിലവിൽ എന്തായാലും ദക്ഷിണ കൊറിയയിലെ അവസ്ഥ വളരെ മോശമാണ്. പ്രതിപക്ഷവും പ്രതിഷേധക്കാരും യൂണിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ്. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച് ചൊവ്വാഴ്ച യൂണിന്റെ ടെലിവിഷൻ പ്രസ്താവന വന്നയുടനെ തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി. ജനക്കൂട്ടം പാർലമെന്റിന് സമീപം തടിച്ചുകൂടാനും തുടങ്ങി. പ്രതിഷേധക്കാർ ദക്ഷിണ കൊറിയൻ പതാകകൾ വീശി, ചിലർ യൂൻ സുക് യോളിനെ അറസ്റ്റ് ചെയ്യൂ, അടിയന്തര സൈനിക നിയമം പിൻവലിക്കൂ എന്ന് ആക്രോശിച്ചു. അതിനിടെ ദക്ഷിണ കൊറിയയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ നിയമനിർമ്മാതാക്കൾ വേലിചാടി സുരക്ഷാ സേനയുമായി കലഹിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് നിയമം അട്ടിമറിക്കാൻ വോട്ട് ചെയ്യാം. കലാപം ശ്രമത്തിന്റെ പേരിൽ ഉടൻ സ്ഥാനമൊഴിയാൻ യൂണിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സ്വന്തം യാഥാസ്ഥിക പാർട്ടിയുടെ തലവനായ ഹാൻ ഡോങ് ഹൂൺ പട്ടാള നിയമം പിൻവലിക്കാനുള്ള യൂണിന്റെ തീരുമാനത്തെ തെറ്റാണ് എന്ന് അപലപിക്കുകയും അത് ജനങ്ങൾക്കൊപ്പം നിർത്താൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. 2022 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യൂണിനോട് കഷ്ടിച്ച് പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലീ ജെയും യൂങ് പ്രഖ്യാപനത്തെ വിമർശിക്കുകയും ചെയ്തു. നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് മുദ്രകുത്തുകയും ചെയ്തു. കൂടാതെ ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനും യൂൺ രാജിവെക്കുന്നതുവരെ അനിശ്ചിതകാല പൊതു പണിമുടക്ക് വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ എന്താണ് ഈ പട്ടാള നിയമം എന്നുകൂടി മനസ്സിലാക്കാം. ദക്ഷിണ കൊറിയൻ ഭരണഘടനയിലെ അനുച്ഛേദം 77 പ്രകാരം പ്രസിഡന്റിന് പട്ടാള നിയമം പ്രഖ്യാപിക്കാം. ദേശീയ അടിയന്തരാവസ്ഥ പോലുള്ള സാഹചര്യങ്ങളിലോ യുദ്ധസമയത്ത് ജനങ്ങളെ സുരക്ഷയ്ക്കായോ പട്ടാള നിയമം പ്രഖ്യാപിക്കാമെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങൾക്ക് നിരോധനമുണ്ടാകും. കൂടാതെ ജനങ്ങളുടെ റാലികൾക്കും വിലക്ക് നിലവിൽ വരും. മുഴുവൻ മാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും പട്ടാള നിയമം കമാൻഡറുടെ നിയന്ത്രണത്തിലായിരിക്കും. സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ 48 മണിക്കൂറിനകം ജോലിയിൽ പ്രവേശിക്കുകയും വേണം. നിയമങ്ങൾ ലംഘിക്കുന്നവരെ കോടതിയുടെ വാറണ്ടില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്യാം. എന്തായാലും നിലവിൽ 300 സീറ്റുകളുള്ള പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള ദക്ഷിണ കൊറിയയിലെ പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി എന്തായാലും ഈ ശ്രമത്തെ തുടർന്ന് ഉടൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഇച്ഛയ്ക്ക് അനുസൃതമായി അവർ ഉടൻ തന്നെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിയമനിർമ്മാതാക്കൾ വേലിചാടി സുരക്ഷാ സേനയുമായി വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. യൂൺ ചുമത്തിയ പട്ടാള നിയമം മറികടക്കാൻ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ സൈനിക നിയമ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ അസാധുവായി കഴിയുകയും ചെയ്തു. കൂടാതെ ഭരണഘടനയുടെ വ്യക്തമായ ലംഘനവുമായിരുന്നു എന്ന്, അത് പ്രഖ്യാപിക്കാനുള്ള വ്യവസ്ഥകളൊന്നും പാലിച്ചിട്ടില്ല എന്നും, ഇത് ഒരു വലിയ കലാപമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റിന് തികഞ്ഞ അടിസ്ഥാനം നൽകുന്നുവെന്നും ഡെമോക്രാറ്റിക് പാർട്ടി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, യൂണിയന്റെ സ്വന്തം ഭരണകക്ഷിയായ പീപ്പിൾ പവർ പാർട്ടിയുടെ നേതാവായ ഹാൻ ഡോങ് ഹൂൺ ഈ ശ്രമത്തെ ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ദക്ഷിണ കൊറിയൻ പാർലമെന്റ് യൂണിനെ ഇംപീച്ച് ചെയ്യാൻ വോട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. 300 സീറ്റുകളുള്ള ദക്ഷിണ കൊറിയൻ പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് 192 സീറ്റുകളാണ് നിയന്ത്രിക്കുന്നത്. യൂണിന്റെ ഇംപീച്ച്മെന്റിനായി അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ചില നിയമനിർമ്മാതാക്കൾ പ്രതിപക്ഷ ആഹ്വാനത്തിൽ ചേരേണ്ടതുണ്ട്. അത് ആവശ്യമായ 3/2 ഭൂരിപക്ഷം നേടാൻ അവരെ സഹായിക്കുകയും ചെയ്യും. യൂണിനെ ഇംപീച്ച് ചെയ്യാൻ ദേശീയ അസംബ്ലി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഭരണഘടനാ കോടതിയിലെ 9 ജഡ്ജിമാരിൽ 6 പേരെങ്കിലും തീരുമാനം ശരിവെക്കണം. അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ രാജ്യം ജനാധിപത്യ രാജ്യമായതിനു ശേഷം ആ വിധി നേരിടുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായി യൂൺ മാറും. 2017 പാർക്ക് ഗ്യൂൻ ഹൈയെ ഇത്തരത്തിൽ നീക്കം ചെയ്തിരുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.